പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 1 പ്രധാന വാർത്തകൾ. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി ചർച്ച നടത്തി. ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കയും തമ്മിലുള്ള സംയുക്ത യോഗത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച നടന്നത്. സൗദി, UAE, ഖത്തർ വിദേശകാര്യമന്ത്രിമാർ ഉൾപ്പെടെ സന്നിധരായിരുന്നു. GCC കൗൺസിൽ ജനറൽ സെക്രട്ടേറിയറ്റ് ആസ്ഥാനത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ ഗസയിലെയും റഫ നഗരത്തിലെയും സ്ഥിതിഗതികളെയും സംഭവ വികാസങ്ങളെക്കുറിച്ചും അടിയന്തര വെടിനിർത്തലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അടിയന്തര മാനുഷിക സഹായം ഉറപ്പാക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുന്നതിനെക്കുറിച്ചും യോഗത്തിൽ ചർച്ചകൾ ഉയർന്നുവന്നു. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിൽ മതിൽ തുരന്ന് മോഷണം നടത്താൻ ശ്രമിച്ച 2 പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇബ്ര വിലായത്തിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. ഒരു കടയിൽ കയറിയ ശേഷം സമീപത്തെ ജ്വല്ലറിയിലേക്ക് കടക്കുന്നതിനായി ചുമരിന്റെ ഭാഗം തകർക്കുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തിയ തെക്കൻ ഷർക്കിയ പോലീസ് കമാൻഡാണ് ഏഷ്യൻ രാജ്യക്കാരായ 2 പ്രതികളെയും പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു. ഇബ്രി ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായി നടത്തിയ സംവാദം പ്രവാസികളുടെ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിനുള്ള വേദിയായി. ഇബ്രിയിലേക്കുള്ള യാത്രാനുഭവവും ഇബ്രിയിലെ ഇന്ത്യക്കാരോട് സംസാരിക്കാൻ ലഭിച്ചതിലുള്ള സന്തോഷവും പങ്കുവെച്ച അംബാസിഡർ ഇന്ത്യൻ പ്രവാസികളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും പരാതികൾക്കും മറുപടി നൽകുകയും ചെയ്തു. സെക്കൻഡ് സെക്രട്ടറി ജയ്പാൽ നന്ദയും പങ്കെടുത്തു. മസ്കത്ത് ഇന്ത്യൻ സ്കൂൾ 50ാം വാർഷികം ആഘോഷിക്കുന്നു. ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 1 വർഷം നീണ്ടുനിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികൾ അരങ്ങേറുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ISM at 50 എന്ന പേരിൽ നടക്കുന്ന പരിപാടികൾ വൻ വിജയമാക്കുന്നതിന് പ്രത്യേക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത മാസം വാർഷിക പരിപാടികൾക്ക് തുടക്കം കുറിക്കും. അടുത്ത മാസം മാർച്ച് വരെ നീണ്ടുനിൽക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ ടാഗ് ലൈൻ മത്സരത്തിൽ ഇബ്രിയിലെത്തിയ ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗുമായി ഇൻകാസ് ഇബ്രി പ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ പ്രവാസികൾ നേരിടുന്ന വിവിധ വിഷയങ്ങൾ അദ്ദേഹവുമായി സംസാരിക്കുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. ഇൻകാസ് പ്രവർത്തകൻ സുരേഷ് വരച്ച അംബാസഡറുടെ ഛായാചിത്ര പ്രസിഡന്റ് TS ഡാനിയൽ കൈമാറി. വൈസ് പ്രസിഡന്റ് അൻസാരി യൂസഫ്, ട്രഷറർ മുരളി, വിനൂപ് വെണ്ട്രപ്പള്ളി, ദീപു, സുഹൈൽ സന്തോഷ്, താജുദ്ദീൻ കോഞ്ചേരി സന്നിധരായിരുന്നു. സീബ് വിലായത്തിലെ മബേല സൗത്തിൽ വീടിന് തീപിടിച്ചു. ഒരാൾക്ക് പരിക്ക്. 4 പേരെ രക്ഷപ്പെടുത്തിയതായും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. താമസ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് 4 പേർ കുടുങ്ങിപ്പോവുകയായിരുന്നു. സിവിൽ ഡിഫൻസ് അഗ്നിശമന സേന എത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. 4 പേർക്കും അടിയന്തര ചികിത്സ ലഭ്യമാക്കുകയും സാരമായി പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. തീപിടുത്തത്തിൽ വീടിന്റെ ഒരു ഭാഗം കത്തി നശിച്ചു. വലിയ നാശനഷ്ടം കണക്കാക്കുന്നു. തീപിടുത്ത കാരണം വ്യക്തമായിട്ടില്ല. രാജ്യത്ത് തീപിടുത്തങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അധികൃതർ നിർദ്ദേശിച്ചു. അറബ് ലോകം കാനത്ത് അൽ തുറയ്യ എന്നറിയപ്പെടുന്ന ഒരു പുതിയ സീസണിലേക്ക് പ്രവേശിച്ചു. വസന്തകാലത്ത് നിന്ന് വേനൽക്കാല ചൂടിലേക്കുള്ള മാറ്റത്തെ സൂചിപ്പിക്കുന്ന ഈ കാലയളവ് ജൂൺ 7 വരെ നീണ്ടുനിൽക്കും. ഈ കാലയളവിൽ 40 ഡിഗ്രി സെൽഷ്യസ് കവിയുന്ന താപനില രേഖപ്പെടുത്തുന്നു. ഈ കാലയളവിൽ ഈർപ്പത്തിന്റെ അളവ് കുറയുന്നതിനാൽ വായു സാധാരണയായി വരണ്ടതായിരിക്കും. സീസൺ അറേബ്യൻ പെനിൻസുലയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അൽ തുറയ്യ നക്ഷത്ര സമൂഹം അപ്രത്യക്ഷമാകുമ്പോഴാണ് സീസൺ ആരംഭിക്കുന്നത്. ജൂൺ ആദ്യവാരം പുലർച്ചെ ആകാശത്ത് വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ സീസൺ അവസാനിക്കുകയും കൊടും വേനൽ ആരംഭിക്കുകയും ചെയ്യും. തുടർന്ന് ഏകദേശം 2 മാസത്തിനു ശേഷം സുഹൈൽ നക്ഷത്രം ഉയർന്നുവരുന്നു. ഇത് കൊടും ചൂടിന്റെ അവസാനത്തെയും സൂചിപ്പിക്കും. ഇബ്രി ഇന്ത്യൻ സ്കൂൾ 35ാം വാർഷികം സമുചിതമായി ആഘോഷിച്ചു. ജീവിതത്തിന്റെ ഘട്ടങ്ങൾ എന്ന പ്രമേയത്തിൽ നടന്ന ആഘോഷത്തിൽ ഇബ്രി വാലി ഷെയ്ഖ് ഡോക്ടർ സെയ്ദ് ബിൻ ഹുമൈദ് അൽ ഹർത്തി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇന്ത്യൻ സ്കൂളുകളുടെ ഡയറക്ടർ ബോർഡ് വിദ്യാഭ്യാസ ഉപദേഷ്ടാവ് MP വിനോബ വിശിഷ്ടാതിഥിയായിരുന്നു. പ്രൈവറ്റ് സ്കൂൾ മന്ത്രാലയം ഡയറക്ടർ ജനറൽ ഖാസിം അൽ മുഖ്ബാലി വിശിഷ്ടാതിഥിയായി എത്തി.
സ്കൂളിൻ്റെ 2023-24 വർഷത്തെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങൾ, സ്കൂളിൻ്റെ പ്രധാന സവിശേഷതകൾ എന്നിവ ഉയർത്തിക്കാട്ടുന്ന വാർഷിക റിപ്പോർട്ട് പ്രിൻസിപ്പൽ സുരേഷ് VS അവതരിപ്പിച്ചു. ഇന്ത്യൻ സ്കൂൾ സ്ഥാപകൻ ഡോക്ടർ RR നായരുടെ ആകസ്മികമായ വേർപാടിൽ അദ്ദേഹം അഗാധമായ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യൻ സ്കൂൾ സ്ഥാപിക്കുന്നതിൽ ഡോക്ടർ RR നായരുടെ കഠിനാധ്വാനത്തിനും പ്രതിബദ്ധതയ്ക്കും ആദരാഞ്ജലി അർപ്പിച്ച് MP വിനോബ സംസാരിച്ചു. ഒമാൻ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് ഓൺലൈൻ സൗകര്യമൊരുക്കി റോയൽ ഒമാൻ പോലീസ്. നേരിട്ട് ROP സേവന കേന്ദ്രങ്ങളിലെത്തി നടപടികൾ പൂർത്തിയാക്കിയാണ് നേരത്തെ ലൈസൻസ് പുതുക്കിയിരുന്നതെങ്കിൽ ROP ആപ്ലിക്കേഷൻ വഴിയും സന്നദ്ധ സെന്ററുകൾ വഴിയും ഇപ്പോൾ ലൈസൻസ് പുതുക്കാനാകും. പോലീസ് സേവനങ്ങൾ ഇലക്ട്രോണിക് വൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി അടുത്തിടെയാണ് ലൈസൻസ് പുതുക്കുന്നതും ഓൺലൈൻ വഴിയാക്കിയിരിക്കുന്നത്. PKI നമ്പർ ഉള്ളവർക്ക് ROP ആപ്പ് വഴി ആവശ്യമായ വിവരങ്ങൾ നൽകി ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനാകും. അല്ലാത്തവർക്ക് സന്നദ്ധ സെന്ററുകൾ വഴിയും ലൈസൻസ് പുതുക്കാൻ സാധിക്കും. ആപ്പിൽ സേവനം സൗജന്യമാണെങ്കിൽ സന്നദ്ധ സെന്ററുകളിൽ നിശ്ചിത സേവന നിരക്ക് നൽകി നടപടികൾ പൂർത്തിയാക്കാം. ഇതിനു മുന്നോടിയായി കണ്ണു പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. തുടർന്ന് റോയൽ ഒമാൻ പോലീസ് കിയോസ്കുകൾ വഴി പുതുക്കിയ ലൈസൻസ് പ്രിന്റ് എടുക്കാൻ സാധിക്കും. മാളുകളിലും വിവിധ വാണിജ്യ കേന്ദ്രങ്ങളിലും പൊതുസേവന സ്ഥലങ്ങളിലും കിയോസ്കുകൾ ലഭ്യമാണ്. 2 റിയാൽ മാത്രമാണ് കാർഡ് പ്രിന്റ് ലഭിക്കുന്നതിന് നൽകേണ്ടത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നടപടികൾ അതിവേഗത്തിലായതും മിനിറ്റുകൾ കൊണ്ട് ലൈസൻസ് പുതുക്കി ലഭിക്കുന്നതും ഏറെ സൗകര്യപ്രദമാണ്. ലൈസൻസ് പുതുക്കുന്ന സേവനം ഓൺലൈൻ വഴിയാക്കിയത് അറിയാത്ത പലരും നേരിട്ട് പോലീസ് സേവന കേന്ദ്രങ്ങളിലെത്തുമ്പോഴാണ് പുതിയ സൗകര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇതിനു പുറമെ റോയൽ ഒമാൻ പോലീസിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും വെബ്സൈറ്റ് വഴിയും വ്യത്യസ്ത സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നു. ലൈസൻസ് നേടുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക സേവനങ്ങൾക്കും ഇപ്പോൾ ഓൺലൈൻ സൗകര്യമുണ്ട്. ഒമാന്റെ വടക്കൻ മേഖലയിൽ ഇന്നലെയും ശക്തമായ മഴ ലഭിച്ചു. ആലിപ്പഴ വർഷവും ഉണ്ടായി. വാദികൾ നിറഞ്ഞൊഴുകുകയും ചെയ്തു. ശനിയാഴ്ച വരെ ശക്തമായ കാറ്റുമഴയും തുടരുമെന്നും ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. വരും ദിവസങ്ങളിൽ ദോഫാറിലും മഴ ലഭിക്കും. അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വ്യക്തമാക്കുന്നു. റുസ്താക്ക്, അവാബി, മഹ്ദ, ഇബ്രി, സഹം, ഖാബൂറ, ലിവ, സുഹാർ, സുവൈക്ക്, ആദം, നഖൽ, ദിമ, സമായിൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ശക്തമായ മഴ ലഭിച്ചത്. രാവിലെ മുതൽ അന്തരീക്ഷം മേഘാവൃതമായിരുന്നുവെങ്കിലും ഉച്ചയോടെയാണ് മഴയെത്തിയത്. രാത്രിയിലും കനത്ത കാറ്റും മഴയും തുടർന്നു. മഴയിൽ ആളപായങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പലയിടത്തും പർവ്വതനിരകളിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചു. ഇത്തരം പ്രദേശങ്ങളിൽ സൂക്ഷ്മതയോടെയാണ് ഡ്രൈവർമാർ വാഹനം ഓടിച്ചത്. നവീകരണത്തിനൊരുങ്ങുന്ന തലസ്ഥാനത്തെ പ്രധാന വാണിജ്യ പ്രദേശങ്ങളിലൊന്നായ ഖുറം ബിസിനസ് ഡിസ്ട്രിക്ട് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ടെൻഡർ ക്ഷണിച്ചു. ഈ മാസം 12-ന് മുമ്പ് ടെൻഡർ രേഖകൾ സ്വീകരിക്കണമെന്നും ജൂൺ 2-ഓടെ ബിഡ് സമയം അവസാനിക്കുമെന്നും മസ്കത്ത് നഗരസഭ അറിയിച്ചു. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ അത്യാധുനിക ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്ന ഇടമായി ഖുറമിനെ മാറ്റുന്നതാകും ഖുറം ബിസിനസ് ഡിസ്ട്രിക്ട് പദ്ധതി. മികച്ച ഷോപ്പിംഗ് കേന്ദ്രം ഒരുക്കുന്നതോടൊപ്പം വിനോദ സംവിധാനങ്ങളെ കൂടി ഇവിടത്തെ സൗകര്യപ്പെടുത്തുന്ന രൂപത്തിലാണ് പദ്ധതിയുടെ രൂപരേഖ. നഗരത്തിലെ തന്നെ ഏത് ഭാഗത്തു നിന്നുമുള്ളവർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിനുള്ള ഇടമാക്കി ഖുറമിനെ മാറ്റുമെന്നും അധികൃതർ അറിയിച്ചു. നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലത്തെ വാണിജ്യ കേന്ദ്രമാക്കി മാറ്റുന്നത് 1980-കളിലാണ്. ഖുറം കൊമേഴ്ഷ്യൽ ഡിസ്ട്രിക്ട് സ്ഥാപിക്കുകയും തലസ്ഥാനത്തെ ജനപ്രിയ ഷോപ്പിംഗ് ഇടമാക്കി മാറ്റുകയുമായിരുന്നു. ഇതിനെ കാലികമായി പരിഷ്കരിക്കുക കൂടിയാണ് ഗവർണറേറ്റും നഗരസഭയും ലക്ഷ്യം വെക്കുന്നത്. ആധുനിക ലാൻഡ്സ്കേപ്പിംഗ്, നടപ്പാത, ലൈറ്റിംഗ് എന്നിവ സ്ഥാപിക്കുകയും നവീകരിക്കുകയും ചെയ്യും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.